ആരാണ് പോയത്, എപ്പോഴാണ് പോയത്, അവസാനം എന്തു പറഞ്ഞിട്ടാ പോയത്, എന്താണ് അവസാനം കഴിച്ചത്? പോയതിന്റെ ഭർത്താവാണ്. ഭർത്താവാണ് പോയത്. ആ മൂപ്പര് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് 6 മാസം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് 6 മാസം കഴിഞ്ഞപ്പോ മൂപ്പർക്കൊരു പൂതി. അപ്പൊ 6 മാസം കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് പൂതി. ഗൾഫ് പോവാൻ. ശരി, ഗൾഫ് പോവാൻ. അങ്ങനെ മൂപ്പരെ പൂതിയല്ലേന്നും വിചാരിച്ചിട്ട് ഞാൻ എന്റെ പണ്ടങ്ങളെ മുഴുവൻ വിറ്റിട്ട് ഇയാളെ ഗൾഫിലേക്ക് പറഞ്ഞയച്ച് ഇപ്പൊ 12 കൊല്ലായിട്ടൊരു വിവരവും ഇല്ല. ചിരിക്കരുത്. അല്ല, കരഞ്ഞതല്ലേ? എന്തൊരാളാണ്ട് ഈ മുത്തു പോലത്തെ പെൺകുട്ടീനെ 6 മാസം കൂടെ ഈ കഴിഞ്ഞിട്ട് ഓള സ്വർണ്ണമൊക്കെ വാങ്ങി ഇയാണ്ട് ദുബായി പോയി. ദുബായിലല്ലേ പോയത്? എന്താ ഓള സൗണ്ട്? എന്ത് പണിയാണോ ഈ? ഞാൻ സുഹൃത്ത് സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാളം കിട്ടാനായിരുന്നു ഭക്ഷണം. അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. എനിക്കും അങ്ങനെ. പട്ടാളത്തിൽ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്ന എനിക്ക് പ്രഷറിന്റെ. ഇതെല്ലാം കൂടി വാരി തന്നാ പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്കുക? ആ കാളം നല്ല കുറച്ച് ഒഴിച്ച് തോർന്നു. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്നു വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. എന്റെ ഈശോയെ, എന്റെ പാവങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, നിന്റെ കരുണയ്ക്കൊത്ത പ്രകാരം അടിയനെ സഹായിക്കണമേ. ഞാൻ എപ്പോ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന അപ്പോഴൊക്കെ ഈ സാത്താന്റെ ഒരു പോരാട്ടം തന്നെയാണല്ലിത്. ഹലോ, ആരാടാ? ഹലോ അമ്മച്ചി, ഞാനാ മാധുക്കുട്ടിയാ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാ, എനിക്ക് സംസാരിക്കാൻ മനസ്സില്ല. കർത്താവെ, അവിടുന്ന് ദാനങ്ങൾക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. കർത്താപ്പച്ച, മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഈശോതമ്പുരാനെ, ഈ ഫോൺ ഞാൻ തല്ലിപ്പൊട്ടിച്ച് ദൂരെ കളയും. ഹലോ അമ്മച്ചി, പ്രാർത്ഥന കഴിഞ്ഞോ? എറണം കെട്ട കാല് പറഞ്ഞ പിശാചിന്റെ സന്തതി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായി തന്നെ ഫോൺ വിളിക്കരുതെന്ന്. അപ്പൊ തന്നെ നിനക്ക് അമ്മച്ചോട് സംസാരിക്കണോടാ. എച്ചിട്ട് പോടാ പിശാച് മോറ. ഞാൻ കുടുംബശ്രീയിൽ പാടിക്കൊണ്ടിരുന്ന ഈശ്വര പ്രാർത്ഥന പാടാൻ തന്നെ വിടാറില്ല. അപ്പൊ തുടങ്ങട്ടെ. അഖിലാണ്ട് നുണച്ചികൾ ഒരുമിച്ചു കൂടി അതിലൊരു നുണച്ചീനെ സെക്രട്ടറിമാക്കി. പച്ചാളം ഭാരതി എന്നൊരു ഗുണ്ടീന് ആരോഗ്യമുള്ളൊരു സ്ഥാനവും നൽകി. ഇഷ്ടപ്പെട്ട നാട് കഴിഞ്ഞ കുടുംബശ്രീക്ക് പാടിയ പാട്ടാ. അയ്യോ, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ. തുടങ്ങട്ടെ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ അടിക്കൂടും നേരത്ത് ചെലവെങ്കൊണ്ടോടി വാ ശാന്തേവാ. കാണുന്ന ജാതിക്കെല്ലാം സെറ്റസാരി മുണ്ടുമുടുത്ത് വെയിലത്ത് കറങ്ങുവാൻ ശാന്തേവാ. ടിവിയിൽ സീരിയൽ തുടങ്ങുന്ന നേരത്ത് കമ്മറ്റി നിർത്തിക്കോണം ശാന്തേവാ. കാശെല്ലാം പൊക്കിട്ടു കറങ്ങുന്ന രമണീയെ കൂട്ടിക്കോണം. മധ്യത്തിലിരിക്കുന്ന മധ്യക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മറ്റ് വിശിഷ്ട അവശിഷ്ടങ്ങളെ. എന്താണ് കുടുംബശ്രീ? കുടുംബശ്രീ എന്താണെന്നറിയാമോ? കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ. പെട്ടെന്ന് പറയണ, നടുവുളൊക്കെ നിക്കണം. കുടുംബശ്രീ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതിരൂക്ഷമായി വിമർശിച്ച് സ്ത്രീകൾക്ക് വേണ്ട സംരക്ഷണം നൽകുക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ പ്രധാന ദൗത്യം. ഒരു കപ്പിൽ പാല് മറ്റൊന്നിൽ ചേർക്കൂ, മധുരമൽപ്പം ചേർക്കൂ, പിന്നെ മിക്സ് തുടങ്ങൂ. നേടൂ മികച്ച കോഫി ടേസ്റ്റ്. ചെയ്യൂ. മഹേശ്വരമ്മേ, എനിക്ക് കുളിക്കാൻ കുറച്ച് ഹോട്ട് വാട്ടർ വേണം. ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരിക്കും അല്ലേ? എനിക്ക് കുളിക്കാനേ കുറച്ച് ചൂടുവെള്ളം വേണം. ഏതാളെ, ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയൊന്നുമല്ല, പറയുന്ന ജോലിയൊക്കെ ചെയ്യാൻ. ചൂടുവെള്ളം പനിനീരും ഒക്കെ വേണമെങ്കിലേ ആ വനജയോട് പോയി പറ. അവൾ അവിടെ VCR കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് മാനേഴ്സ് അല്ല. നാളെ മോർണിംഗ് 5:30 ഞാൻ നാട്ടിലേക്ക് പോകും.
പിന്നെ ചിലപ്പോ തമ്മിൽ കണ്ടൂന്ന് വരില്ല. ഇത് അവസാനത്തെ പോക്കായിരിക്കും. എന്താ പറഞ്ഞത്? അതേ, വെള്ളം ചൂടാക്കി തരാമെന്ന് പറയുമായിരുന്നു. ആ എന്നാ ഇതിരിക്കട്ടെ. എന്നെ സർവീസ് ചെയ്യുന്നവർക്ക് ഞാൻ എപ്പോഴും സംതിങ് കൊടുക്കാറുണ്ട്. എടുത്തോണ്ട് പോ. എടി, എന്റെ തനി സ്വഭാവം നിനക്കറിയില്ല. ഞാൻ നിന്നെക്കാളും വളരെ വളരെ മോശാടി. ഞാൻ കാനഡയിൽ പോയി കുറച്ച് സ്റ്റാൻഡേർഡായി പോയത് കൊണ്ടാ നിന്റെ മുമ്പിൽ നീറ്റായത്. നീ എന്റെ തലയിൽ കയറിയിരിക്കാൻ വന്നാലുണ്ടല്ല, അടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റിടിപ്പുള്ളേ. ആഹാ,